പഹൽഗാം ഭീകരാക്രമണത്തെ അനുകൂലിച്ച് നവമാധ്യമത്തിൽ പോസ്റ്റിട്ട മുഹമ്മദ് സനൂഫ് കടുത്ത ദേശവിരുദ്ധൻ. സനൂഫിന്റെ ഫോണിൽ നിന്ന് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു. സമാന ആശയക്കാരായ നിരവധി പേർ മറഞ്ഞിരിപ്പുണ്ടെന്ന് മുഹമ്മദ് സനൂഫിനെതിരെ പരാതി നൽകിയ അദീന ഭാരതി പറഞ്ഞു. ഇത്തരക്കാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അദീന ജനൻ ടിവിയോട് പറഞ്ഞു. രാജ്യത്തെ മുറിപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണ സമയത്തെ ആ ഭീകരാക്രമണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിൽ ഇരയായവരെക്കുറിച്ചെല്ലാം വളരെ മോശമായ രീതിയിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ വ്യക്തിക്കെതിരെ കേസ് നൽകി ആ വ്യക്തി മുഹമ്മദ് സനൂഫ് എന്ന വ്യക്തിക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത പരാതിപ്പെട്ട അദീന ഭാരതി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പലപ്പോഴായിട്ട് വരാറുണ്ട്. ഇത് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കമൻ്റാണെന്ന് തോന്നിയത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ എന്താ പറയുക, മറ നീക്കി പുറത്ത് വരുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീവ്രവാദ സ്വഭാവം പുറത്ത് കാണിച്ച ഒരുപാട് കമൻസ് അല്ലെങ്കിൽ ഒരുപാട് ഐഡിയകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സ്വന്തം ഐഡിയിൽ നിന്ന് ഫേക്ക് ഐഡി യൂസ് ചെയ്യാതെ ഇത്രയും ധൈര്യത്തോടു കൂടി എങ്ങനെയാണോ അതൊരു മലയാളിക്ക് ഇങ്ങനെ മലയാളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അയാൾക്ക് അയാളുടെ ഉള്ളിലുള്ളൊരു സാധനം ഒരു ഭയവും കൂടാതെ എങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു ചിന്തയിലാണെന്ന് കംപ്ലയിൻറ്റ് തന്നെ കൊടുക്കാം. ഞാൻ 2-3 പേരോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ഓഫീസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളത് അതെല്ലാം നോക്കിയെല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായതിന് ശേഷമാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഒരാൾക്കെതിരെ ആയിരുന്നില്ല, നമ്മൾ 2 പേർക്കെതിരെ കൊടുത്തിരുന്നു. അതിൽ ഒരാൾ ആ സമയത്ത് തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, റിമാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊടുപുഴ ജുഡീഷ്യൽ കോർട്ട് ആൾക്ക് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് 2 ദിവസത്തിനുള്ളിൽ. പക്ഷേ ഇയാളുടെ കമൻറ്റ് കുറച്ചുകൂടി ഭീകരവാദ സ്വഭാവം കൂടുതലുള്ളൊരു കമൻ്റ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ആൾ നാട്ടിലുണ്ടായിരുന്നില്ല, സൗദിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സാറുമാർ ആളുടെ വീട്ടിൽ മലപ്പുറത്ത് പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പഴയ ലീഗിൻ്റെ പ്രവർത്തകരാണ്, വളരെ ദാരിദ്ര്യമുള്ള കുടുംബമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഇറക്കാൻ നോക്കി. പക്ഷേ സാറുമാർ ആ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ആൾക്കത് അറിയുണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നേരെ മുട്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കി ആൾക്ക് റിമാൻഡ് കൊടുത്ത് ഇപ്പോൾ മുട്ടം ജയിലിലാണ് ആളുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു കമൻറ്റ് ചെയ്യണ സമയത്ത് ആളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ UAPA ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 വകുപ്പുകളായിരുന്നു, 4ഓളം വകുപ്പുകളായിരുന്നു. അതിൽ 3ഓളവും നമുക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പറ്റില്ലാത്ത വകുപ്പുകളായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ നാട്ടിലെത്തി ആളുടെ ഫോൺ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് കൂടുതൽ തീവ്രവാദ ബന്ധം ഉണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ആ ഫോണിൽ നിന്ന് കിട്ടുകയും അതിന് ശേഷമാണ് അവർ UAPA ചുമത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മാപ്പ് പറയുക, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരുന്നു, മദ്യപിച്ചിരുന്നു, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായൊരു വികാരക്ഷോഭത്തിൻ്റെ പുറത്തിട്ട കമൻ്റാണെന്നൊക്കെയാണ് സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നത്. ഇതങ്ങനെയല്ല, ഒരു വലിയ ഖണ്ഡികയാണ്. വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നടക്കുന്നത് എന്താണെന്നും ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്നും നാളെ എങ്ങനെയാണ് ഈ തീവ്രവാദ ശക്തികൾ, ഈ ഭീകരവാദ ശക്തികൾ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പോകുന്നതും എവിടെയൊക്കെയാണ് ലക്ഷ്യമെന്നെല്ലാം കൃത്യമായി വാചകങ്ങളെല്ലാം അടുക്കും ചിട്ടയോടുകൂടി എഴുതിയിരിക്കുന്നതാണ്. സ്വാഭാവികമായി തോന്നുന്നില്ലല്ലോ അത്? തീർച്ചയായിട്ടും സ്വാഭാവികമല്ല. കാരണം സാധാരണ ഇനി അറിഞ്ഞുകൊണ്ടിടുന്ന ആളുകളാണെങ്കിൽ പോലും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്താ ഞാൻ അറിയാതെ ഇട്ടതാണ്, എന്നെ ശിക്ഷിക്കല്ലേ എന്നൊരു മാപ്പെങ്കിലും പറയും. ഇത് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത്രയും ധൈര്യത്തോടുകൂടി ഒരു പക്ഷേ ഉള്ളിൽ കിടക്കുന്ന അഗ്രസീവ്നെസ് കൊണ്ടായിരിക്കാം ഇത്ര ഓപ്പണായിട്ട് പറയാൻ സാധിച്ചത്. ഈ സാധനം ഓപ്പണായിട്ട് പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എത്രയോ പേര്, ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കുന്നുണ്ടെന്നറിയോ? ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഇയാളിത് പുറത്ത് അത്രയും കോൺഫിഡൻറ്റോടുകൂടി വിളിച്ച് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. ആളിങ്ങനെ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് ആൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധം ഈ കേസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായിട്ടില്ല. അതിനുശേഷവും സ്വന്തം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഫേക്ക് ഐഡികൾ തുടങ്ങി ഇതേ സ്വഭാവത്തിൽ തന്നെ, ഇതേ പാറ്റേണിൽ തന്നെ, ഇതേ ക്യാരക്ടറിൽ തന്നെയാണ് ആൾ പിന്നെയും നമ്മുടെ മെയിൻ മീഡിയാസിൻ്റെ എല്ലാം ലൈവിൻ്റെ അടിയിൽ വന്നിട്ട് ഇതേ സെയിം രീതിയിൽ തന്നെ പിന്നെയും കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് അതിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറീസ്, ഹൈലൈറ്റുകൾ, അതുപോലെ ആളെല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഓരോ വാചകങ്ങൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും. കാരണം അവർക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്നുള്ള സങ്കടം. ആ മീഡിയ വണ്ണിൻ്റെ ചാനലിൻ്റെ ചാനലിൽ ന്യൂസ് വന്നിരിക്കുന്ന ആ വീഡിയോയുടെ തൊട്ട് താഴെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ആ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർക്കിതിനെ ന്യായീകരിക്കാൻ എങ്ങനെ അവർക്ക് സാധിക്കാമെന്ന് അത് ഇത്ര ഓപ്പണായിട്ട് ഒറിജിനൽ ഐഡിയിലൂടെ വന്നിട്ട് ഇവനെ മാത്രമേ UAPA ചുമത്തുള്ളൂ, ഇതുപോലെ എത്രയോ പേര് വേറെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, അവരെ എന്താ പിടിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അതിലും ഒരു ന്യായീകരണം കണ്ടെത്താൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നതെന്ന് അറിയില്ല. ഒരു സനൂഫ് മാത്രമേ
പിടിയിലായിട്ടുള്ളൂ, ഇനിയും നിരവധി ആളുകൾ പുറത്തുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമുക്കങ്ങനെ ഭീഷണികളോ പ്രഷറോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കണം, ഇതുപോലുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയണ്ട. അല്ലാതെ മറ്റ് പ്രഷറുകളോ കാര്യങ്ങളോ ഒന്നും തികച്ചും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ ഈ കേസ് ഈ പറഞ്ഞ പോലെ കേരള പോലീസാണ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയേക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞപ്പോഴും ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ, IB-യിലുള്ളവർ എല്ലാവരുടെ സപ്പോർട്ട് മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയതും ഇതിവിടെ വരെ എത്തി നിൽക്കുന്നതും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഭാവി? ഇത് മാത്രമല്ല, തുടർന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നിരവധി ഇപ്പോഴും കമൻറ്റുകളായിട്ട് തന്നെ സമാനമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തരെയും കേസ് കൊടുത്ത് ഒതുക്കാൻ കഴിയില്ല. പൊതുവായി എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് കാണുന്നത്? ഇപ്പോഴും ചില ആളുകൾ വിചാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചതെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഇതുപോലുള്ള കമൻറ്റുകൾ, സൈബർ ഇടങ്ങളിൽ കാണുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംശയിക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ പോലീസിനെ അറിയിക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ NIA-യിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ആരെയെങ്കിലും കോൺടാക്ട് ചെയ്താലും മതി. ഇതുപോലെ തക്കതായ തെളിവും കാര്യങ്ങളും ഉള്ള ഇത്രയും ഭീകരമായ സ്വഭാവമുള്ള ഏത് തരത്തിലുള്ള കമൻറ്റിനും ആർക്കും പരാതിപ്പെടാം. അതിന് തീർച്ചയായിട്ടും അതിനകത്തൊരു നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ നിയമ സംവിധാനം അത്രയും സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും അതാണ്. ഒരു സനൂപ് മാത്രമേ ഇപ്പോൾ പിടിയിലായിട്ടുള്ളൂ. സമാന സ്വഭാവമുള്ള, ഇപ്പോഴും ആ തോടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭീകരവാദ സ്വഭാവങ്ങൾ പേറുന്നവർ ഇനിയും പുറത്തുണ്ട്. അവർക്കെതിരെ ജാഗരൂകരായി മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് ഇപ്പോൾ അധീന ഭാരതിയും പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ അനൂപിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.